തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM-നേറ്റ തിരിച്ചടി ചർച്ച ചെയ്യാൻ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. മേയർ സ്ഥാനാർത്ഥിയായ CP മുസാഫിർ അഹമ്മദിന്റെ പരാജയം ചർച്ചയാകും. നിലവിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഡോക്ടർ S ജയശ്രീ മേയറാകാനുള്ള സാധ്യതയുമുണ്ട്. ദീപക് ധർമ്മടമാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ദീപക് ധർമ്മടം, ഗുഡ് മോർണിംഗ്. വലിയ ആവേശത്തിലാണ് എന്നറിയാം. കോഴിക്കോട് CPIM-ന് എന്താ പറയുക, മുഖം രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസമുണ്ട് LDF മൊത്തത്തിൽ തന്നെ. അപ്പോൾ അതെ, ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഡോക്ടർ S ജയശ്രീ, നാട്ടിൻപുറത്തുകാരി, നന്മകളുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അല്ലേ? സ്മിത ക്രിസ്റ്റീന, CPIM-ന് വടക്കേ മലബാറിലേറ്റ തിരിച്ചടി ഒരുപക്ഷെ സമീപകാലത്തെ ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ CPIM-ന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്തതാണ്. അത്തരത്തിലുള്ളൊരു തിരിച്ചടിയിൽ നിന്നും അവർ ഇനി എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാൽ അതേ സമയത്ത് തന്നെ അതിനുവേണ്ടിയാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് 10:30 മണിക്ക് ചേരുന്നത്. അതിൽ ആര് മേയറാകണമെന്ന് തീരുമാനിക്കണം. കാരണം നേരത്തെ നിശ്ചയിച്ച മേയർ സ്ഥാനാർത്ഥി ഡെപ്യൂട്ടി മേയറായിരുന്ന മുസാഫിർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം അവിടെ തോറ്റു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആര് മേയർ എന്ന് കണ്ടെത്തണം. ഇത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S ജയശ്രീയാണ് പ്രഥമ പരിഗണനയിലുള്ളത്. അതുപോലെ ഡെപ്യൂട്ടി കളക്ടർ അനിതാകുമാരി, 2 ഏരിയ കമ്മിറ്റി മെമ്പർ, അതായത് പാർട്ടി ഘടകങ്ങളിലെ മേൽക്കമ്മിറ്റികൾ പരിശോധിക്കുകയാണെങ്കിൽ 2 പേരാണ്. അതിൽ O സദാശിവനും ഷിംജിത്തും 2 പേരും ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്. ഈ ഡോക്ടർ ജയശ്രീ കോവൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. മറ്റൊന്ന് അനിതാകുമാരി ആണെങ്കിൽ പാർട്ടിയിൽ ഈ പുതുതായി അംഗമായ ഒരാളാണ്. പാർട്ടി മെമ്പറായി ജില്ലാ ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു അവർ. റിട്ടയർ ചെയ്തതിനു ശേഷം പാർട്ടിയിൽ സജീവമായ ആളാണ്. ഇതാണ് അവിടുത്തെ സാഹചര്യം. എന്നാൽ കോൺഗ്രസിനാണെങ്കിൽ വലിയ രീതിയിലുള്ള വിജയമാണ് കോഴിക്കോടുണ്ടായത്. ഒരുപക്ഷെ CPIM-ൽ നിന്നും പിടിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് കരുതിയ പല പഞ്ചായത്തുകളും മണിയൂർ പോലുള്ള മേഖലകളിൽ, വടകര മേഖലയിൽ കിട്ടി. ജില്ലാ പഞ്ചായത്ത് ഭരണം കിട്ടി. അതിൻ്റെ ഒരു ആഹ്ലാദം അവർക്കുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ അവരെന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്കറിയണം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അമ്പല ദർശനങ്ങൾക്കിടയിൽ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഈ വിജയിച്ചതിന് നന്ദി പറയാനും വഴിപാട് ചെയ്യാനുള്ള അമ്പലയാത്രകളാണോ? ഞാൻ അമ്പലം യാത്ര എൻ്റെ ഒരു പതിവ് സ്വഭാവമാണ്. എല്ലാ ഞായറാഴ്ചയും എൻ്റെ നാട്ടിലെ നടുവത്ത് ക്ഷേത്രത്തിൽ ഞാൻ എത്തും, കോഴിക്കോടുണ്ടെങ്കിൽ. പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ പൂജയൊക്കെ ഉണ്ട്. ഞാൻ കൊയിലാണ്ടിയിലേക്കാണ് പോകുന്നത്. കൊയിലാണ്ടിലേക്കാണ് പോകുന്നത്. ഞാനൊരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്. ഞാൻ അമ്പലത്തിലേക്കുള്ള പതിവ് യാത്രക്കിടയിൽ വെച്ചാണ് നിങ്ങളുടെ കോള് വരുന്നത്. ഞാൻ ഒഴിവാൻ നോക്കിയതാണ്, പക്ഷെ നിങ്ങൾ പിടിച്ചു നിർത്തിയതാണ്. ഇനി ആര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ നാളെ രാവിലെ നേതൃയോഗം കൂടിയിട്ടുണ്ട്. നാളെ പ്രഖ്യാപിക്കും. KPCC നേതൃത്വവും AIC നേതൃത്വം ആലോചിച്ച്, ഇവിടുത്തെ പാർട്ടി ഘടകങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഏറ്റവും മിടുക്കിയ ഒരാളെ, എല്ലാവരും മിടുക്കന്മാരും. വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വേണം. വൈസ് പ്രസിഡന്റ് ഘടകകക്ഷിക്ക് കൊടുക്കുമോ? പ്രാപ്തയായ വനിതകൾ ഉണ്ടാവും. അതിൽ ഒരു പ്രാപ്തയെ ഞങ്ങൾ പ്രസിഡന്റാക്കി ഞങ്ങൾ നിയമിക്കും. ഈ വൈസ് പ്രസിഡന്റ് ഘടകകക്ഷി ഏതിന് പോകും? തീർച്ചയായിട്ടും അത് മുസ്ലിം ലീഗിനായിട്ട് ബന്ധപ്പെട്ട അത് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഞങ്ങളുടെ UDF-ന്റെ നേതൃയോഗമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഈ മറ്റൊന്ന്, UDF പൊതുവെ വലിയ ജയം നേടിക്കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ പോയി വിശ്രമിക്കുകയും അടുത്ത ദയനീയ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുക പതിവാണ്. അതിൽ കോഴിക്കോട്, പ്രത്യേകിച്ചും പ്രവീൺ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തു, ഒരു റിസൾട്ട് ഉണ്ടാക്കി കഴിഞ്ഞു. കോഴിക്കോട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? നാളെ രാവിലെ ജില്ലാ കോൺഗ്രസിന്റെ നേതൃയോഗമാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നടക്കുന്ന യോഗം മാത്രമല്ല, അടുത്ത അസംബ്ലി നടപ്പുള്ള തയ്യാറെടുപ്പ് നടക്കാനുള്ള യോഗം കൂടിയാണ്. പ്രത്യേകിച്ച് SIR ബന്ധപ്പെട്ട വിഷയങ്ങളുമായിട്ടുള്ള ഓരോ പഞ്ചായത്തുകളിലേക്കും ആളുകൾക്ക് ചാർജ് കൊടുക്കാനുള്ള യോഗമാണ്. ഞങ്ങൾ നിയമസഭയിലുള്ള പ്രവർത്തനം നാളെ ആരംഭിക്കുകയാണ്. അടുത്ത ലക്ഷ്യം 13 നിയോജകമണ്ഡലമാണോ കോഴിക്കോടുള്ളത്. 13 ഔട്ട് ഓഫ് 13 ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അധ്യക്ഷന്മാർ, നഗരസഭാ അധ്യക്ഷന്മാർ, ഇവരെ തെരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മുൻഗണനാക്രമത്തിൽ ക്രൈറ്റീരിയ? എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? ഒരു കാരണവശാലും മേൽക്കമ്മിറ്റി ഇടപെടില്ല. കാരണം അതാത് സ്ഥലങ്ങളിലെ മണ്ഡലം കമ്മിറ്റിയുടെ പേരുകൾ ഞങ്ങൾ അംഗീകരിക്കും. അതൊരു കൃത്യമായ മാനദണ്ഡം നാളെ കൂടുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യോഗം മണ്ഡലം കമ്മിറ്റികൾ നൽകും. പഞ്ചായത്ത് പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും കോൺഗ്രസിന് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഏത് രീതിയിലാവണം തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൃത്യമായ മാർഗം ഉണ്ടാക്കും. ഏതായാലും മേൽക്കമ്മിറ്റിയിൽ നിന്ന് അടിച്ചിറക്കലുണ്ടാവില്ല, അടിച്ചേൽപ്പിക്കലുണ്ടാവില്ല. അതുമാത്രവുമല്ല, അതാത് പഞ്ചായത്തിലെ കമ്മിറ്റികളുടെ പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവുമായിരിക്കും ആ കാര്യങ്ങളിൽ. KPCC സെക്രട്ടറി മേയർ സ്ഥാനാർത്ഥിയായ നിയാസിന്റെ തോൽവി, ഈ തരംഗത്തിനിടയിലും 3ാം സ്ഥാനത്തേക്ക് നിയാസ് പോയി. അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? എന്താണ് ചെയ്യാൻ പോകുന്നത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങളത് 3 അംഗ കമ്മിറ്റി നിയമിക്കാൻ പോവുകയാണ്. അതും നാളെ കൂടിയ DCC യോഗത്തിൽ കമ്മിറ്റി വെക്കും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ പാളിച്ചയോ ഏതെങ്കിലും പാർട്ടിക്കാരന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഗൗരവ നടപടി ഉണ്ടാവും.
മാത്രവുമല്ല അതിൽ പല അന്തർധാരകൾ ഉണ്ടായിട്ടുണ്ട്. ആ അന്തർധാരയാണെങ്കിൽ അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. താങ്ക് യു പ്രവീൺ. ഏതായാലും അഭിനന്ദനങ്ങൾ. പ്രവീണിന്റെ വലിയൊരു പോരാട്ട വിജയം കൂടിയാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ ക്രിസ്റ്റീന, ഈ KPCC സെക്രട്ടറിയുടെ തോൽവിയാണ് ഒരർത്ഥത്തിൽ ഈ വലിയ വിജയത്തിൽ കോൺഗ്രസിനെ ശോഭ കെടുത്തുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതിൽ ചില അന്തർധാരകളുണ്ട് എന്നിപ്പോൾ DCC പ്രസിഡന്റ് പറയുമ്പോൾ അതിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.